ചെറിയൊരു പരിഭ്രമമുണ്ട് ഈ സംസാരത്തിന്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമത്തോടും ശ്രീ ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനോടുമുള്ള എല്ലാ സ്നേഹാദരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഗുരുത്വദോഷത്തിൽ വകയിരുത്താൻ പറ്റാത്ത വിധം ഈ പോങ്ങൻ സ്വല്പം വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവായി ചെയ്തിട്ടുള്ള വീഡിയോയുടെ തംബ്നെയിലും തലക്കെട്ടും പോങ്ങനിപ്പോൾ കണ്ടു. നമസ്കാരം. പ്രതിഫലം 10 കോടിയാക്കി, എല്ലാ സിനിമകളും റദ്ദായി, ഹീറോയിൽ നിന്ന് സീറോയിലേക്ക്, ഇങ്ങനെ തംബ്നെയിലും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറിൽ നിന്ന് സീറോയിലേക്ക് വീണ് ഉണ്ണി മുകുന്ദൻ എന്ന് തലക്കെട്ടിലും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപാരമായ നിലയിലുള്ള അപരാധമായല്ലോ എന്നാണ് തലക്കെട്ടും തംബ്നെയിലുമൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഈ പോങ്ങന് തോന്നിയത്. ഒരു ഞെട്ടൽ തോന്നി, അസ്വസ്ഥത തോന്നി, വേണ്ടിയിരുന്നില്ലല്ലോ എന്നും എനിക്ക് തോന്നി. അതിന് കാരണമുണ്ട്, തക്കതായിട്ടുള്ള കാരണം. ഒന്നൊന്നായിട്ട് പോകാൻ പറയാം. ആദ്യം നമുക്ക് പ്രതിഫലത്തെ പറ്റി ഒന്ന് നോക്കാം. ഉണ്ണി മുകുന്ദൻ പ്രതിഫലം 10 കോടിയാക്കി എന്നുള്ള കാര്യം അദ്ദേഹം ശ്രീ ഷാജൻ സ്കറിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും മാർക്കോയുടെ വിജയത്തോടുകൂടി ഉണ്ണിയുടെ താരമൂല്യം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. തന്റെ ശമ്പളം എത്രയാവണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ണിയെ ആ തുകയ്ക്ക് വേണോ വേണ്ടയോ എന്നത് നിർമ്മാതാക്കളുടെയും അതുപോലെ തന്നെ ആ ചലച്ചിത്ര പ്രവർത്തകരുടെയും അദ്ദേഹത്തിന്റെ അഭിനയം ആവശ്യമുള്ള ആളുകളുടെ കാര്യവുമാണ്, അല്ലേ? എന്നാൽ 10 കോടി ഉണ്ണിക്ക് മതിക്കുന്ന തുകയല്ല എന്ന് പറയുന്ന ഒരു ധ്വനിപ്പ് അദ്ദേഹത്തിന്റെ ആ തംബ്നെയിൽ മുഴക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് അന്യായവുമാണ്, അല്ലേ? ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, എങ്കിലും 1-2 വിജയ ചിത്രങ്ങളുടെ ഭാഗമായി പോയിട്ടുള്ള സഹനടന്മാർ പോലും അവരുടെ ശമ്പളം കുത്തനെ ഉയർത്തുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ടും ഉണ്ണി മുകുന്ദൻ 10 കോടി ചോദിച്ചുവെങ്കിൽ അതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല, അല്ലെങ്കിൽ അതൊരു കുറ്റമായിട്ടോ കുറവായിട്ടോ പറയേണ്ട കാര്യവുമില്ല. ഉണ്ണിയെ വേണ്ടവർ ഉണ്ണിയെ വെക്കട്ടെ, അത്രയും മതിയല്ലോ, അല്ലേ? ഇനി എല്ലാ സിനിമയും റദ്ദായി എന്ന് പറയുന്ന ഒരു പ്രയോഗം, സത്യത്തിൽ ഉണ്ണിയുടെ പടങ്ങളെല്ലാം റദ്ദായി എന്ന് ഉണ്ണിക്കല്ലാതെ ആർക്കാണ് പറയാൻ പറ്റുക ഇത്ര കൃത്യമായി? ശരി, ഉണ്ണി അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ പരസ്യമായി ഇങ്ങനെ അത് പറയാമോ? സമൂഹത്തെ അത്രമേൽ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ ഷാജൻ സ്കറിയയുടെ ഈ പ്രസ്താവന ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടന് വലിയ ദോഷം ചെയ്യില്ലേ? ഈ ചത്തവരെ പോലാണ് കാണപ്പെടുന്നതെങ്കിൽ പോലും ശ്രീ ഷാജൻ സ്കറിയയുടെ പരാമർശം കൊണ്ട് മാത്രം എൻ്റെ സബ്സ്ക്രിപ്ഷൻ പട്ടികയിൽ വന്ന് ചലനമറ്റ് കിടക്കുന്നവരുടെ എണ്ണം 1,00,000 മുകളിൽ വരും. അതായത് ആരാലും അറിയപ്പെടാതിരുന്ന എൻ്റെ സബ്സ്ക്രിപ്ഷൻ പട്ടികയിലേക്ക് വന്ന് അനങ്ങാപ്പാറയായി കിടക്കാൻ അത്രയും ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന സുപ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്തരമൊരു അനുകൂലമല്ലാത്ത ഒരു പരാമർശം ശ്രീ ഷാജൻ സ്കറിയയുടെ നാവിൽ നിന്ന് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി വെക്കുന്ന പരിക്ക് ചില്ലറയാവില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. കാരണം മറുനാടൻ്റെ സ്വാധീന ശേഷിയെപ്പറ്റി തീർച്ചയായിട്ടും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണത് പറയുന്നത്. അത്രയും സ്വാധീന ശക്തിയുള്ള ഒരാൾ ഒരുവൻ്റെ തൊഴിലിനും ജീവിതത്തിനും പ്രയാസമുണ്ടാക്കുന്ന നിലയിൽ നാവാട്ടുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ പക്ഷം. പ്രത്യേകിച്ചും വ്യക്തി വൈരാഗ്യങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ലാത്തിടത്തോളം കാലം. അങ്ങനെയും കൂടി പറയാം. വിരോധ ബുദ്ധിയോടുകൂടി നമ്മൾ എന്തെങ്കിലും നമ്മുടെ സ്വാധീനശേഷിയും സാമൂഹ്യ മൂല്യവും ഒക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവകരമായി പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വ്യക്തിവിരോധം കൊണ്ടാണ്. ശ്രീ ഷാജൻ സ്കറിയും ശ്രീ ഉണ്ണി മുകുന്ദനും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിവിരോധം ഉണ്ടാവാനുള്ള സാധ്യത പോകാൻ കാണുന്നില്ല. കാരണം പലപ്പോഴും ഉണ്ണി അവിടെ ആ ചാനലിൽ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉണ്ണിയോട് അടുപ്പമുണ്ടായിരുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ ആലോചനക്കുറവെന്ന് പറയാൻ കഴിയില്ല. അല്ല, വേണ്ട, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് എന്ന് പറയുന്ന ആ പ്രയോഗം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രയോഗമാണ് ഏറ്റവും അപരാധമായിട്ടുള്ള സംഗതി എന്നാണ് എൻ്റെ ഒരു കാഴ്ച. കാരണം മറ്റൊരാളെ ഈ നിലയിൽ വിധിക്കാൻ നമ്മളൊക്കെ ആരാണ്? 100 കോടിയിലേറെ രൂപ കീശയിലാക്കിയ മാർക്കോ എന്ന് പറയുന്ന സിനിമ സംഭവിച്ചിട്ട് വെറും 6 മാസമേ ആയിട്ടുള്ളൂ, അല്ലേ? 2024 ഡിസംബറിന്റെ അവസാനത്തോടു കൂടിയാണ് മാർക്കോ റിലീസായത്. 2025 ജാനുവരി മാസത്തിലും തിയേറ്ററുകളിൽ ചോര ഒഴുക്കിക്കൊണ്ട് മാർക്കോ അതിൻ്റെ ഓട്ടം തുടർന്നിരുന്നു, അല്ലേ? അതുപോലെ തന്നെ ഉണ്ണിയുടെ റിലീസായിട്ടുള്ള അവസാനത്തെ സിനിമ സംഭവിച്ചത് വെറും 3 മാസം മുൻപാണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ണി മുകുന്ദൻ സീറോയായി എന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നത് നമുക്ക്? എത്ര സ്വാധീനശേഷി ഉണ്ട് എങ്കിൽ പോലും തെറ്റായ ഒന്നിനു വേണ്ടി ദയവായി അങ്ങേപോലുള്ള മനുഷ്യർ സ്വന്തം കരുത്തിങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന
യാചന അത് തീർച്ചയായിട്ടും മുന്നോട്ട് വയ്ക്കുകയാണ് പോകാൻ. ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നതിന് മുന്നേ പലരും മമ്മൂട്ടിയെ പലവട്ടം എഴുതി തള്ളിയിട്ടുണ്ട് ഇല്ലേ? ആ മനുഷ്യൻ സീറോ ആയോ? മമ്മൂട്ടിയുടെ ന്യൂഡൽഹിയെക്കുറിച്ച് വായിച്ചും കേട്ടുമറിഞ്ഞൊരു കാര്യമാണെങ്കിൽ പ്രിൻസ് എന്ന് പറയുന്ന സിനിമ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ സീറോ ആക്കിയിരുന്നു. ശബ്ദം പോയി, രൂപം പോയി, അഭിനയം പോയി, ആകെ മൊത്തം ലാൽ യുഗം അവസാനിച്ചു എന്ന് അന്ന് പലരും പറഞ്ഞു, പല മാധ്യമങ്ങളും പറഞ്ഞു. മോഹൻലാൽ ഇപ്പോഴും കരുതനായി തന്നെ തുടരുന്നില്ലേ? എന്തിനാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ കാര്യം പറയുന്നത്? ശ്രീ ഷാജൻ സ്കറിയുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ തവണ കേസെടുത്തപ്പോഴും ശ്രീ ഷാജൻ സ്കറിയെ തീർന്നു എന്ന് പറഞ്ഞവർ ഇവിടെ ഇല്ലേ? എത്രയോ പേരുണ്ട്. അങ്ങേക്ക് ഈ കേസുകളൊക്കെ ഗുണമല്ലാതെ എന്തെങ്കിലും ശക്തിക്ഷയം നൽകിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ആരെയും ഇത്ര ക്രൂരമായി നമ്മൾ ആരും വിധിക്കരുത്. നാളെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആര് ശരി ആര് തെറ്റെന്നുള്ളതൊക്കെ കാലമാണ് തെളിയിച്ചു പോവേണ്ടത്. നമ്മുടെ വാശി, നമ്മുടെ വൈരാഗ്യബുദ്ധി, നമ്മുടെ അപ്രിയം, നമ്മുടെ അനിഷ്ടം, നമ്മുടെ നീരസം, കൊതിക്കെറിവ്, ഇങ്ങനെ പലതും പലപ്പോഴും ഈ വലിയ താരങ്ങൾക്കിടയിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നേ, നമുക്ക് അറിയാത്ത വിധത്തിൽ. കാരണം അവരും മനുഷ്യരല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായി അറിയാത്ത നിലയിൽ അങ്ങേക്കറിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കങ്ങോട്ട് ഈ രീതിയിലേക്ക് അതിനെ അവതരിപ്പിച്ച് കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കൂടുതൽ വാചാലനാവുന്നില്ല. പോരാട്ട വീര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടിയെ പോലെയും മോഹൻലാലിനെ പോലെയും ശ്രീ ഷാജൻ സ്കറിയെ പോലെയും ഒക്കെ തന്നെ ഉണ്ണി മുകുന്ദനും ഇവിടെ പോരാടട്ടെ, തിരിച്ചു വരട്ടെ. അതല്ലേ വേണ്ടത്? ഇന്നലെ മുതൽ തെക്കുവശത്തായി ഉദിച്ച് വടക്കുവശത്ത് ചെന്നിട്ടാണ് സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ശ്രീ ഷാജൻ സ്കറിയെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ഇന്ന് ആളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ അനുഗ്രഹമാണെന്ന് കൂട്ടിയാൽ മതി, അല്ലേ? മഹാഭാഗ്യമാണ് അങ്ങനെ ഒരു ആളാവാൻ പറ്റുക എന്ന് പറയുന്നത്. ഈ സമൂഹത്തിൽ ഇത്രയും സ്വാധീനശേഷിയുള്ള ഒരാളായി മാറാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഉണ്ണി മുകുന്ദൻ്റെയോ ഷാജൻ സ്കറിയുടെയോ ശരിതെറ്റുകളൊന്നും വിലയിരുത്താൻ തീർച്ചയായിട്ടും ഈ പോകാൻ ആളൊന്നുമല്ല. അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞതും. എങ്കിലും ഒരു സഹജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും പോകാൻ പറയുകയാണ്, ആളുകൾക്ക് ചവിട്ടാനായി കുതുകാല് വെട്ടി ആരെയും നിലത്തിട്ട് കൊടുക്കരുത്. ഒരു മനുഷ്യനെ പോലും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്തു പോകരുത് എന്ന് പറയുന്ന ഒരു യാചന പോകൻ്റെ ഭാഗത്തുണ്ട്. ഇത്രയും പറഞ്ഞതുവഴി എനിക്കുണ്ടാവുന്ന നഷ്ടം എത്രയോ വലുതായിരിക്കും എന്ന് വളരെ നന്നായിട്ട് എനിക്കറിയാം. കാരണം അത്രമാത്രം ആരാധക സേനയുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തിയല്ല പറഞ്ഞത്, സത്യമായിട്ടുമല്ല. പക്ഷേ എനിക്കെന്നെ വഞ്ചിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതെന്നുള്ളതാണ് സത്യം. എനിക്ക് സാധിക്കുന്നില്ല എന്നെ വഞ്ചിക്കാൻ. ഗുരുത്വദോഷം കാട്ടിയെന്ന് ആരും പറയുകയും ചെയ്യരുത് കേട്ടോ. കാരണം ഇത്രത്തോളം സംസ്കൃതീകരിച്ച നിലയിൽ നാവടക്കം പാലിച്ചതാണ് തീർച്ചയായിട്ടും എൻ്റെ ഗുരുത്വം. സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അറുമാദിക്കുന്നതാണ്, നാവഴി ചാടുന്നതാണ്. ഈ വിഷയത്തിൽ സ്വല്പം വിശാലമായിട്ടുള്ളൊരു സംസാരം പിന്നാലെ സംഭവിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി എനിക്ക് ഇപ്പോഴുണ്ട്. കാരണം ഈ സംസാരം ഇപ്പോൾ മതിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് അത്ര കണ്ട് ശരിയാവില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ശ്രീ ഷാജൻ സ്കറിയയോടുള്ള എൻ്റെ സ്നേഹാദരങ്ങൾക്കോ അദ്ദേഹത്തോടുള്ള എൻ്റെ മനോഭാവത്തിനോ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. അദ്ദേഹത്തിന് പിശകു പറ്റിയതായി എൻ്റെ മനസ്സിന് തോന്നുന്നത് അത്ര കണ്ട് ഞാൻ ആസ്വദിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. സ്നേഹാദരങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഉണ്ണിയെ വീഴ്ത്തേണ്ടവരുടെ ചട്ടുകമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു കേൾക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എല്ലാവരോടും, നിങ്ങളെല്ലാവരോടും സ്നേഹം. ഞാൻ ഉണ്ണി മുകുന്ദനെ കണ്ടിട്ടുള്ള ഒരാളല്ല. പക്ഷേ ശ്രീ ഷാജൻ സ്കറിയെ വളരെ തൊട്ടടുത്ത് കണ്ടിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും കടപ്പാട് പേറേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തോട് കടപ്പാട് പേറേണ്ട ഒരു വ്യക്തിയാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരു പ്രതികരണ തൊഴിലാളിയായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം അങ്ങേയറ്റം അപരാധമായി പോയല്ലോ എന്ന് പറയുന്ന ഒരു വിഷമം എൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഞാനത് പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. താങ്കൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അതുപോലെ തന്നെ താങ്കളുടെ ആരാധകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനതങ്ങ് സഹിക്കും. സ്നേഹം എല്ലാവരോടും സ്നേഹം. ഉണ്ണിക്ക് മാത്രമെന്നല്ല, ഷാജൻ സ്കറിയയ്ക്ക് മാത്രമെന്നല്ല, നമുക്കെല്ലാവർക്കും നല്ലത് മാത്രം വന്നോട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ. എല്ലാവർക്കും തെറ്റിദ്ധാരണകൾ, എല്ലാം മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ, സ്നേഹത്തോടെ ഇരിക്കട്ടെ. സന്തോഷം.